സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. ഓട്ടോമൊബൈൽ വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിനു ശേഷമാണ് അപകടം എന്ന സാമാന്യ പദത്തിന് വാഹനാപകടം എന്ന സവിശേഷീകരണം സംഭവിക്കുന്നത്. ഏംഗൽസ് ഇത് നിരീക്ഷിച്ചിട്ടുണ്ട്. ദൂരകാലങ്ങളെ തോൽപ്പിക്കാനുള്ള നാഗരിക വേഗങ്ങൾ ഇന്ന് നിരത്ത് അപകടങ്ങളുടെ യാദൃശ്ചികത അനിവാര്യതാ ബന്ധത്തെ അട്ടിമറിച്ചിട്ടുണ്ട്. പാതകളുടെ ഭൂസ്ഥിതി, വാഹന ബാഹുല്യം, ഗതാഗത നിയമങ്ങളോടുള്ള അവഗണന, അക്ഷമവും കാർക്കശ്യം നിറഞ്ഞതുമായ ഡ്രൈവിംഗ്, അപകടങ്ങൾക്ക് നിമിത്തമാകുന്ന ഈ ഭൗതിക സാഹചര്യങ്ങൾക്കൊപ്പം അപരജീവനോടുള്ള കാരുണ്യത്തിന്റെ അഭാവം കൂടി അവയെ മനുഷ്യസൃഷ്ടമാക്കുന്നുണ്ട്. മനുഷ്യത്വത്തിന്റെ ഇത്തിരി ചേരുവ തീർച്ചയായും ഡ്രൈവിങ്ങിനെ ഗണനീയമായി അപകടരഹിതമാക്കും. വ്യത്യസ്ത സ്ഥായികളെ സമന്വയിക്കുന്ന സംഗീതം പോലെ ഡ്രൈവിംഗ് പ്രമാണാനുസാരിയും ഒപ്പം ആസ്വാദ്യകരവുമാക്കാമെന്ന് വിശ്വസിക്കുന്നു തൃശൂർ കൂർക്കഞ്ചേരിയിലെ ഡ്രൈവിംഗ് ഗുരു സുരേന്ദ്രൻ. അരനൂറ്റാണ്ടായി സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ള ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാരെ വണ്ടി ഓടിപ്പിക്കാൻ പഠിപ്പിച്ച സുരേന്ദ്രൻ മാസ്റ്റർ അവർക്ക് ഡ്രൈവിംഗിന്റെ സാങ്കേതിക പാഠങ്ങളും റോഡിലെ നിയമങ്ങളും മാത്രമല്ല നൽകുന്നത്, സഹജീവിയുടെ ജീവന് കാവൽ നിൽക്കാനുള്ള ബാധ്യതയെക്കുറിച്ചുള്ള ഉറച്ച ബോധം കൂടിയാകുന്നു. ഇന്ത്യൻ ഡ്രൈവിംഗ് സ്കൂളിന്റെ സാരഥിയായ സുരേന്ദ്രൻ വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിൽ കയറ്റിറക്കങ്ങളും വളവു തിരിവുകളും നിറഞ്ഞ സ്വന്തം ജീവിതപാതയിൽ ഇടർച്ചകളില്ലാതെ തേരോടിക്കാൻ ത്രാണി നൽകിയ തന്റെ നിഷ്ഠകളും കാഴ്ചപ്പാടുകളും വെളിപ്പെടുത്തുകയാണ്. നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുക, ന്യൂട്രാണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി ക്ലച്ച് ചവിട്ടി മെല്ലെ ചവിട്ടി നോക്കുക. ന്യൂട്രാണെങ്കിൽ വണ്ടി മുമ്പിലേക്ക് പോകും. അതായത് അങ്ങനെ പറയരുത്. ന്യൂട്രാണോ അല്ലയോ എന്ന് രണ്ട് തരത്തിൽ ചെക്ക് ചെയ്യാം. അതാണ് പറയുന്നത്. ഒന്ന് ഇങ്ങനെ ചെക്ക് ചെയ്യും അല്ലേ. രണ്ട്, ഈ ന്യൂട്രായി നിൽക്കുന്ന വണ്ടി തേർഡ് ഗിയറിൻ്റെയും ഫോർത്ത് ഗിയറിൻ്റെയും നടുക്കാണ്. അങ്ങനെ നമ്മൾ പറയാമോ. ഇനി താക്കോല് പതുക്കെ തിരിക്കുക. നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. തേർഡ് ന്യൂട്രൽ കൈ ഷെയറിങ് പിടിക്കാം. ടാക്സ് എടുക്കുമ്പോൾ കാല് കുറച്ച് കൊടുത്തിട്ട് നമ്മൾ ചെവി കൊണ്ട് എഞ്ചിനിലേക്ക് ശ്രദ്ധിച്ചിട്ടേ ക്ലച്ച് വരാം. കണ്ടോ 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 അങ്ങനെ. ഞാൻ ആദ്യം എൻ്റെ ഗുരുനാഥൻ KC ട്രൂപ്പ് അവരുടെ കീഴിലാണ് ഞാൻ മെക്കാനിക്കായിട്ട് ചെല്ലുകയാണ്. അവിടെ മോട്ടോർ കാറിൻ്റെ മെക്കാനിക്കൽ. അപ്പോൾ അവരുടെ ഡ്രൈവിംഗ് സ്കൂൾ വണ്ടികളുടെ ജോലി അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അന്നത്തെ ആ സ്കൂളിലെ മാഷുമാർ ലീവ് എടുക്കും. അപ്പോൾ ഈ വന്ന കുട്ടികൾ തിരിച്ചു പോകുമല്ലോ. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാറ്. 75 സ്വന്തമായിട്ട് തുടങ്ങുന്ന ആഗ്രഹം അദ്ദേഹത്തിനോട് പറഞ്ഞു. ആദ്യം ഒരു വണ്ടി മേടിച്ചത് ഒരു ഫിയറ്റ് കാറ്. ആ കാറ് മേടിച്ചിട്ട് ഒരു 3 മാസം കൊണ്ടുനടക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അത് കൊടുത്ത് അതിൻ്റെ കടം വീട്ടണമെന്നു. അപ്പോൾ ഒരു കാറ് ഒരു 12 ഉണ്ട്. പിന്നെ ഒരു ലൈൻ ബസ്സുണ്ട്, 2 ടൂറിസ്റ്റ് ചെറിയ ബസ്സുകളുണ്ട്, മോട്ടോർ സൈക്കിൾ, ഓട്ടോറിക്ഷ. ഇന്ത്യൻ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പേരിടാനുണ്ടായ കാരണം എന്താണ്? അതിന് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തുടങ്ങണ അവസരത്തിൽ നമ്മളെ കാണാൻ ആഫീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കുറുക്കഞ്ചേരിയിലാണെങ്കിലും ടൗണിൽ ആഫീസായിട്ടില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾ എവിടെയാണ് കാണുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇന്ത്യൻ കാഫി ഹൗസിലുണ്ടാവും ഞാൻ എന്ന് പറയും. അങ്ങനെ എനിക്ക് തോന്നി എന്നാൽ ഇന്ത്യൻ എന്ന് പേരിടുക. അങ്ങനെ ഇന്ത്യൻ എന്ന് പേര്. ഈ ഫീൽഡിൽ 65 മുതൽ പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടുത്ത ഒരു 50 കൊല്ലം 50-ാം വർഷം ആഘോഷിക്കാൻ പോകുന്നു എന്നൊക്കെ വിചാരിക്കുന്നേ. എല്ലാം ദൈവത്തിൻ്റെ കാര്യം. നമ്മുടെ കൈ കൊണ്ട് അധികം ഒന്നും വന്നില്ല എന്നാണ് എൻ്റെ ഓർമ്മയിൽ. ിലും പൊതുനിരത്തുകളിലുമുള്ള പ്രായോഗിക പരിശീലനം മാത്രമല്ല സുരേന്ദ്രൻ മാസ്റ്റർ തന്റെ ഡ്രൈവിംഗ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്. ഇന്ത്യൻ ഡ്രൈവിംഗ് സ്കൂളിനോടനുബന്ധിച്ച് ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള വർക്കിംഗ് മോഡലുകൾ വാഹനങ്ങൾ ചലിക്കുകയും സഞ്ചരിക്കുകയും വേഗവർധന നേടുകയും ചെയ്യുന്നതിൻ്റെ മെക്കാനിസം പഠിതാവിന് നേരിട്ട് ബോധ്യപ്പെടുത്തുന്നു. ഒരു അനാട്ടമി ലാബ് പോലെ
യന്ത്രാവയവങ്ങളുടെ വിന്യാസവും അവയുടെ പരസ്പര ബന്ധവും പ്രവർത്തന യുക്തിയും ഇവിടെ ആനുഭാവികമായി വിദ്യാർത്ഥി ഗ്രഹിക്കുക തന്നെ ചെയ്യുന്നു. ഇതിനപ്പുറം സ്റ്റിയറിംഗിന് പിന്നിലിരിക്കുമ്പോൾ ഉത്തമനായ ഡ്രൈവർ പൊഴിച്ചുകളയുന്ന ഗർവും ധാർഷ്ട്യവും വിലോമമായി സ്വായത്തമാക്കേണ്ട സഹിഷ്ണുതയും വിവേകവും സുരേന്ദ്രൻ മാസ്റ്ററുടെ ധർമ്മപാഠങ്ങളുടെ കാതലായി തീർന്നു. ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നു, അനവധി കലയിൽ നമ്മൾ പഠിപ്പിക്കുന്നു. എന്നാൽ ഇതിൻ്റെ ജനറലായിട്ട് കുറേ കാര്യങ്ങളെ അവർ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ആ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാൻ ഒരു പഴയ വാഹനം മേടിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നത് എനിക്ക് ഒരാശയം ഉദിച്ചു. അതാണ് ഇങ്ങനെ പഴയ വണ്ടി മേടിച്ച് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ എൻജിൻ അല്ലെങ്കിൽ ഫാൻ, ഓയിൽ, വെള്ളം നോക്കേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ വശമാണ് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതായത് ആദ്യമായി നമ്മൾ സ്റ്റീറിങ്, ഗിയറ് എല്ലാം കാണാൻ പറ്റും പൊളിച്ചു വെച്ച വണ്ടി ആയതുകൊണ്ട്. അത് കണ്ട് അതിൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കുകയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വീലിലേക്ക് കണക്ഷൻ വരുന്നത്, എങ്ങനെയാണ് ക്ലച്ചിൻ്റെ പ്രവർത്തനം, ആ ഗിയറിൻ്റെ പ്രവർത്തനം എന്താണ്. അത് ഓരോ ഗിയർ മാറുമ്പോഴും എൻജിൻ്റെ തിരിച്ചിലും വീലിൻ്റെ തിരിച്ചിലും തമ്മിലുള്ള ഡിഫറൻസ്. അതായത് നമ്മളിപ്പോൾ ഒന്നാമത്തെ ഗിയറിൽ എടുക്കണം എന്ന് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഡ്രൈവിങ്ങിൽ ആദ്യം കയറുന്ന നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ഒന്നാമത്തെ ഗിയറിൽ എടുക്കണം. എന്താണ് ഒന്നാമത്തെ ഗിയറിൽ എടുക്കാൻ കാരണം അതറിയണമെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കണം. അതായത് എൻജിൻ 4 വട്ടം തിരിയുമ്പോഴാണ് വീല് 1 വട്ടം തിരിയുന്നത്. അത് നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അവിടെ നിന്ന് അല്പം സ്പീഡായി, അപ്പോൾ നമ്മൾ സ്പീഡായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗിയർ മാറുന്നില്ലെങ്കിലോ ഭയങ്കര നഷ്ടം, ഇന്ധനം അല്ലേ. 4 വട്ടം എഞ്ചിൻ തിരിയുമ്പോഴേ വീല് 1 വട്ടം തിരിയുള്ളൂ. അപ്പോൾ സെക്കൻഡിലേക്ക് ഇട്ടു നമ്മൾ പറയും, എല്ലാവർക്കും അറിയാം അത് ഒന്നിലേക്ക് സ്പീഡാക്കിയാൽ 2-ലിടണമെന്ന്. പക്ഷെ ആ 2-ലിടുമ്പോൾ എന്താണ് പ്രവർത്തനം? എൻജിൻ 3 വട്ടം തിരിയുമ്പോൾ വീല് 1 വട്ടം. മനസ്സിലായോ? അവിടെ തടസ്സങ്ങളൊന്നുമില്ല, അല്പം കൂടി സ്പീഡായി. അപ്പോൾ ആ എൻജിൻ്റെ ആ മോളിൽ ചേർക്കുമ്പോൾ നമുക്കറിയാം അയ്യോ ഇത് ആവശ്യമില്ല. ഉടനെ 3-ലേക്ക് ഇട്ടു. 3-ലേക്ക് ഇടുമ്പോൾ എൻജിൻ 2 വട്ടം തിരിയുമ്പോൾ വീല് 1 വട്ടം തിരിയും. അങ്ങനെ തടസ്സങ്ങൾ നീങ്ങി നല്ല റോഡായി. 4-ലേക്ക് ഇട്ടു. 4-ലേക്ക് ഇടുമ്പോൾ എൻജിൻ 1 വട്ടം തിരിയുമ്പോൾ വീല് 1 വട്ടം തിരിയും. അപ്പോൾ സ്പീഡ് കൂടി ശക്തി കുറഞ്ഞു. ആ 4 പോണ വണ്ടി ബ്രേക്ക് ചെയ്തു കുറച്ചേ കുറഞ്ഞോളൂ. അപ്പോൾ നമ്മൾ 3-ലേക്ക് ഇടും. അത് കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റി, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ മെക്കാനിക്കൽ പരമായിട്ട് എങ്ങനെയാണ് അവർ പ്രവർത്തനം നടക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു കൊടുത്താലേ പറ്റും. അതാണ് ഈ വണ്ടി മേടിച്ച് പൊടിച്ചു വയ്ക്കാനുള്ള ഒരു കാരണം. ഡ്രൈവർക്ക് അവശ്യം വേണ്ട ഗുണങ്ങൾ എന്തെല്ലാം? അതായത് അവർക്ക് ഏറ്റവും വേണ്ട ഗുണം ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദേഷ്യം വരാത്തൊരു സ്വഭാവം. അത് വളരെ അത്യാവശ്യം. അതാണ് സാധാരണ നമുക്ക് പബ്ലിക്കായിട്ട് പെരുമാറുമ്പോൾ നമുക്ക് വേണ്ട കാര്യം അതാണ്. നമുക്ക് ദേഷ്യം വരരുത്. അപ്പം ഞാൻ കുട്ടികളോട് പറയും, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ വണ്ടി ഓടിക്കുന്നവരും റോട്ടിൽ കൂടി നടക്കുന്നവരും ഭ്രാന്തന്മാരാന്ന് വിചാരിക്കുക, എന്നിട്ട് നമ്മൾ ഓടിക്കുക. അപ്പം നമുക്കൊരിക്കലും ഒരാപത്തും വരില്ല. വാഹനം ഓടിക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് എപ്പോഴും മാതൃകയായിരിക്കണം. ഒരിക്കലും നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടോ മറ്റുള്ളവർക്ക് ശല്യപ്പെടുത്തിക്കൊണ്ടോ ആ രീതിയിലൊന്നും ഒരിക്കലും നാം വാഹനം ഓടിക്കരുത്. അതുപോലെ അച്ഛൻ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു കാര്യം, നമ്മുടെ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആ വാഹനം ഇവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫോ ഞങ്ങൾ മക്കളോ അല്ലാതെ മൂന്നാമതൊരാൾ ഡ്രൈവ് പുറത്ത് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അത് 100% ആൾ പറയും. എത്ര ഞങ്ങളുടെ ബ്ലഡ് റിലേഷനുള്ള ആളുകളായിക്കോട്ടെ, ഈ വാഹനം പേരെഴുതിയ വാഹനം നമ്മൾ അത്രയും അത് സൂക്ഷിച്ച് അതുപോലെ നമുക്ക് പേരുദോഷം വരുത്താത്ത രീതിയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതൊക്കെയാണ് ആ കാര്യത്തിലൊക്കെ അച്ഛന് വളരെ കടുത്ത നിർബന്ധമാണ്. കൂട്ടാലെ കിട്ടുണ്ണികൃഷ്ണന്റെയും കാർത്യായനിയുടെയും മകൻ സുരേന്ദ്രന് ഓർമ്മ വെക്കുന്നതിന് മുന്നേ അച്ഛൻ മരിച്ചുപോയിരുന്നു. കൂലിപ്പണി ചെയ്ത് കണ്ണീരും സ്വപ്നവും കുഴച്ച് അമ്മ മകനെ ഊട്ടി വളർത്തി. സംഗീതത്തിൽ ജന്മവാസനയുണ്ടായിരുന്ന സുരേന്ദ്രൻ പാട്ടു കേൾക്കാനായി മാത്രം സ്കൂൾ പഠനം ഉപേക്ഷിച്ചു. റേഡിയോ റിപ്പയറിങ്ങും ഓട്ടോമൊബൈൽ മെക്കാനിസവും പഠിച്ചു. പല തൊഴിലുകൾ ചെയ്തു. ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ മെക്കാനിക്കായി ചേർന്ന സുരേന്ദ്രൻ്റെ വഴി
അജിരേണ ഡ്രൈവിംഗ് ട്യൂട്ടറുടേതായി. 70-ാം വയസ്സിലും പാട്ടും ഡ്രൈവിംഗ് പരിശീലനവും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ നിർവചിക്കുകയാണ്. കുട്ടിക്കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ നമുക്ക് ജീവിക്കണ്ടേ, അതിന് അമ്മയുടെ അമ്മ അന്ന് ജോലിക്ക് പോയിരുന്ന സ്ഥലമാണ് കൊച്ചി മഹാരാജാവിൻ്റെ സ്ഥലം. അതായത് ഇന്നത്തെ KSRTC വർക്ക്ഷോപ്പ് ബസ് സ്റ്റാൻഡിലുള്ള സ്ഥലം. അവിടേക്ക് അമ്മേനെയും കൂടി കൊണ്ടുപോയി. അമ്മയുടെ അമ്മയ്ക്കും എന്താ ജോലി എന്ന് ചോദിച്ചാൽ വാഴ കുഴികൾ കുത്തുക, അല്ലെങ്കിൽ അങ്ങനത്തെ വളപ്പ് ജോലിയാണ്. അങ്ങനെ അമ്മയുടെ വീട്ടിൽ 10 വയസ്സ് വരെ നിന്നു. 10 വയസ്സ് വരെ നിന്നതിന് ശേഷം അച്ഛൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞാനും അമ്മ. അവിടെ ചെന്നപ്പോൾ അവർ മുഴുവൻ അങ്ങോട്ട് അംഗീകരിക്കാൻ അവർക്ക് ഭയങ്കര പ്രയാസം. അപ്പോൾ വീണ്ടും അമ്മയുടെ അടുത്തേക്ക് തന്നെ വന്നു. അമ്മ ജോലിക്ക് പോയി, ഞാൻ സ്കൂളിൽ പോയി. അപ്പോൾ അമ്മ ആവശ്യപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ അച്ഛൻ്റെ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ തറവാടുണ്ട്, അതിൻ്റെ ഒരു ഭാഗത്ത് എനിക്കും മോനും ജീവിക്കാൻ വേണ്ടി ഒരു വീട് പണിത് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ അനിയൻ, അച്ഛൻ്റെ ചേട്ടൻ, പിന്നെ അച്ഛൻ്റെ അച്ഛനൊക്കെ കൂടി ഒരു വീട് ചെറുത് അവിടെ എനിക്കും അമ്മയ്ക്കും താമസിക്കാൻ പണിത് തന്നു. അങ്ങനെയാണ് പിന്നെ തുടക്കം. എത്ര പഠിച്ചു പോകും? 6-ാം ക്ലാസ് വരെ. അതെന്താ കാരണം ചോദിച്ചാൽ ജന്മനാൽ ഞാൻ പഠിച്ചിട്ടില്ല സംഗീതം. എങ്കിലും സംഗീതം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാട്ട് കേൾക്കണം. പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊന്നും അങ്ങനെ റേഡിയോ ഉള്ള സ്ഥലമില്ല. അപ്പോൾ ഞാൻ അമ്മോട് പറയണം, എനിക്ക് റേഡിയോ നന്നാക്കുന്ന ഒരു ജോലി സ്ഥലത്തേക്ക് പോകണം, റേഡിയോ റിപ്പയറിങ് പഠിക്കണം. മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെട്ടിയങ്ങാടിയിൽ ഒരു രാമൻകുട്ടി മേനോൻ എന്ന് പറയുന്ന ഒരാളുടെ റേഡിയോ നന്നാക്കുന്ന സ്ഥലത്ത് അമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് മാനേജരോട് പറഞ്ഞിട്ട് എന്നെ ഇവിടെ ജോലിക്കാക്കി. അതാണ് സ്റ്റാർട്ടിങ്. അന്ന് ഒരണയാണ് എൻ്റെ ശമ്പളം. ഒരു കൊല്ലം നിന്നപ്പോൾ പാട്ട് കേട്ട് വളരെ മതിയായി എനിക്ക്. അപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു, എനിക്ക് കാറിൻ്റെ ജോലി പഠിക്കണം, വർക്ക്ഷോപ്പിലേക്ക് പോകണം എന്നാഗ്രഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നിവൃത്തിയില്ല, എവിടെ വർക്ക്ഷോപ്പിൽ പോകണേ. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞ് വാരിയം റോട്ടിൽ ഓപ്പൻ എന്ന് പറയുന്ന ഒരു ഗുരുനാഥൻ്റെ അടുത്താക്കി. അന്ന് എനിക്ക് മാസം 3 രൂപയാണ് ശമ്പളം. അവിടെ 2-3 കൊല്ലം നിന്നു. പിന്നെ അവിടെ പണികളൊന്നും ശരിയാവണില്ല. അപ്പോഴാണ് ഞാൻ ജോലി അന്വേഷിച്ച് പോയി. എവിടെ? കോയമ്പത്തൂർ പോയി. അതും നടന്നു പോയി. 2 ദിവസം കൊണ്ടാണ് നടന്നെത്തിയത്. അവിടെ ചെന്നപ്പോൾ എൻ്റെ അമ്മാവൻ കെട്ടിയുള്ള അമ്മയുടെ ആങ്ങളേനെ കണ്ടു. അദ്ദേഹം എനിക്ക് ഒരു ജോലി വർക്ക്ഷോപ്പിൽ മേടിച്ചു തന്നു. 2 മാസം അവിടെ നിന്നു. പിന്നെ വീട്ടിലേക്ക് പോന്നു. എഴുത്തു കേട്ട് അമ്മ ഇവിടെ ആകെ വിഷമത്തിലായി. ഞാൻ ഒരു മകനല്ലേ ഉള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് ഒരു 2 മാസം ഗുരുവായൂർ പടിഞ്ഞാറ് നടയിലൊരു വർക്ക്ഷോപ്പിൽ നിന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു മെക്കാനിക്കിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാടമ്പി വിജയൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ എന്നെ അവിടെ ഉണ്ടാക്കി. ഇന്ത്യൻ ഡ്രൈവിംഗ് സ്കൂൾ ഇന്ന് പൂർണ്ണമായും ഒരു കുടുംബ സംരംഭമാണ്. സുരേന്ദ്രൻ മാസ്റ്ററുടെ സഹധർമ്മിണിയും മക്കൾ വിനോജ്, ബിനീഷ് എന്നിവരും ഇവിടെ അധ്യാപകരായുണ്ട്. മരുമക്കളാവട്ടെ സ്കൂളിൻ്റെ ഭരണസേവന വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഒരു ഗുരുകുലത്തിലെ സാധന എന്ന പോലെ നൈഷ്ഠികമാണ് സുരേന്ദ്രൻ്റെ ദിനസരി. ഡ്രൈവിങ്ങും സംഗീതവും ഇദ്ദേഹത്തിൻ്റെ സമയം ഭാഗിച്ചെടുക്കുന്നു. 3 ആൺകുട്ടിയും ഒരു പെൺകുട്ടി. നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യം ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ 2ാമത്തെ മോൻ വിജു, ഞാൻ പറഞ്ഞില്ല, അവിടെ ടെസ്റ്റിൻ്റെ ചാർജൊക്കെ ആൾക്കാണ്. മൂത്ത മകൻ ഡ്രൈവിംഗ് പഠിപ്പിക്കും, പിന്നെ കടലാസ് കാര്യങ്ങളൊക്കെ
മൂന്നാമത്തെ മകൻ ഓട്ടോമൊബൈൽ പാസ്സായിട്ടുണ്ട്. ആള് എൻ്റെ കൂടെ പഠിപ്പിക്കാനുണ്ട്. മൂത്ത മരുമകൾ അവിടെ ഓഫീസിൽ പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ തിരിയാനൊക്കെ പഠിച്ചു കൊടുക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും മരുമക്കൾ കമ്പ്യൂട്ടറൈസ്ഡ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ലേണിംഗ് ലൈസൻസിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ശരിയാക്കണ്ടേ, കടലാസുകളൊക്കെ കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ ഇപ്പോൾ, അതൊക്കെ അവർ സഹായിക്കും. ഡ്രൈവിംഗ് സ്കൂൾ ഫാമിലിയാണ്. അത് എന്ന് പറയാം. മാഷ് പഠിപ്പിക്കാന്ന് വെച്ചാൽ ആൾക്ക് അതുമാത്രം വിചാരമുള്ളൂ. എല്ലാ കാര്യങ്ങളും കൊണ്ടും പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. രാവിലെ നേരത്തെ എല്ലാ ദിവസവും 4:30 മണിക്ക് എണീക്കുക, 5 മണിയാകുമ്പോൾ റെഡി ആവുക, പോവുക. അല്ല, ആദ്യം തൊട്ടേ അങ്ങനെയാണ്. വേറെ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും ആൾ പഠിപ്പിക്കലായിരുന്നല്ലോ ആദ്യം. അപ്പോഴും ആൾ 4 മണിക്ക് എനിക്ക് 5 മണിക്ക് തന്നെ ജോലിക്ക് പോകും. അങ്ങനെയായിരുന്നു. പാട്ട് എന്ന് പറഞ്ഞാൽ ജീവനാണ്. രാവിലെ എണീക്കുമ്പോൾ തന്നെ റേഡിയോ പരിപാടി ഉണ്ടെങ്കിൽ അപ്പോൾ ഓൺ ചെയ്യും. 5 മണിക്ക് കൃത്യം ഓൺ ചെയ്യും എന്നും. അതിപ്പോൾ രാത്രിയാണെങ്കിലും കിടക്കയിൽ കൊണ്ടുവയ്ക്കും റേഡിയോ. പാട്ട് പാടും. തേനിരിക്കുത് തിനയിരിക്കുത് പഴനിമലയിലെ இந்த மலையை தாண்டி കാവടിയാട്ടം ദിനവും നടക്കുറാ. ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അത് ജന്മനാലുള്ള ഒരു ഇഷ്ടം. പാട്ട് പഠിക്കണം എന്ന് തോന്നിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ യാതൊരു മാർഗവുമില്ല പഠിക്കാൻ ആ കാലത്ത്. അതുകൊണ്ട് ഒരു പാട്ട് കേട്ടാൽ നമുക്ക് അതുപോലെ പാടാൻ പറ്റും. നിലവേന്നിടം നെരുങ്ങാതെ നീ നിനയ്ക്കും ഇടത്തിൽ നാനില്ലേ. ഒട്ടേറെ തലമുറകൾ ഡ്രൈവിംഗ് അധ്യാതാക്കളായി സുരേന്ദ്രൻ മാസ്റ്ററുടെ കൈകളിലൂടെ കടന്നുപോയി. എത്രയോ പ്രശസ്തരും അപ്രശസ്തരും ഉന്നത സ്ഥാനീയരും അതിസാധാരണക്കാരും ഇദ്ദേഹത്തിൻ്റെ ശിക്ഷണം നേടി ആത്മവിശ്വാസത്തോടെ ജീവിതത്തിൻ്റെ നെടുമ്പാതകൾ പിന്നിടുന്നു. ദിവസത്തിൻ്റെ ഏത് സമയത്തും ലോകത്തെവിടെയെങ്കിലും തൻ്റെ ശിഷ്യരിലൊരാൾ വാഹനം ഓടിക്കുന്നുണ്ടാവും. സുരേന്ദ്രൻ വിനീതനായി അഭിമാനിക്കുന്നു. ഉണ്ടോ? നമ്മളിത് നേരെ ഇങ്ങനെ പോകും അല്ലേ? വളരെയധികം ഇമ്പോർട്ടൻ്റ് അന്നത്തെ ആൾക്കാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഇപ്പോൾ DGP രമൺ ശ്രീവാസ്തവ അദ്ദേഹത്തിൻ്റെ ഭാര്യനെ പഠിപ്പിച്ചിട്ടുണ്ട്, അഞ്ജനി വാസ്തവ. IG കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ നിർമ്മല കൃഷ്ണമൂർത്തി. പിന്നെ ബൽറാം ഉപാധ്യായ അങ്ങേരുടെ വൈഫിനെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹേഷ് സിംഗ്ല എന്ന് പറഞ്ഞ സാറിൻ്റെ ഭാര്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. മന്ത്രി മാണിയുടെ മകളെ പഠിപ്പിച്ചിട്ടുണ്ട്. KP രാജേന്ദ്രൻ്റെ 2 മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബേബി എന്ന് പറഞ്ഞ മന്ത്രിയില്ലേ, വിദ്യാഭ്യാസ മന്ത്രിയില്ല, അവരെ ഭാര്യ ബെറ്റി അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഹെഡ് ആൾക്കാരെ. ഇപ്പോൾ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ 1967 67 തൊട്ട് ഇൻകം ടാക്സിൻ്റെ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. വിദേശത്തുള്ള അനവധി ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ലോകത്തിലത്തെ എല്ലാ സ്ഥലവും എന്ന് പറഞ്ഞ പോലെ റഷ്യ, ചൈന അവിടെ വരെ ഞാൻ പഠിപ്പിച്ച ആൾക്കാരുണ്ട്. പിന്നെ ഗൾഫ് രാജ്യങ്ങളിൽ പറയണ്ടല്ലോ, അത്ര അധികം ആൾക്കാർ. ഈ പ്രായത്തിലും മാഷ് പുലർത്തുന്ന ഒരു നിഷ്ഠയുണ്ട്. ജീവിതത്തിലുള്ളൊരു ക്രമം സൂക്ഷിക്കുക. മറ്റൊരുപാട് ഡീവിയേഷൻസ് ഈ സമൂഹത്തിലുണ്ട്. എങ്ങനെയൊക്കെ ശൈഥില്യങ്ങളിലേക്കും അവനവനെ മറന്നുകൊണ്ടിട്ടുള്ള അഹംഭാവങ്ങളിലേക്കും അഹംബോധങ്ങളിലേക്കൊക്കെ മനുഷ്യന് വളരാം. പക്ഷെ അത് അവിടെ ഒന്നുമല്ല. ഇപ്പോഴും ഞാൻ വളരെ എളിയവനാണ്, ഇപ്പോഴും ഞാൻ തുടക്കക്കാരനാണെന്ന് പറയുന്ന ആ ഒരു വിനയം, അതിൽ നിലനിൽക്കുന്നൊരു സ്നേഹം, ആ മറ്റു മനുഷ്യരോടുള്ള ഒരു മാനുഷികത എന്നൊക്കെ നമ്മൾ പറയുന്ന സഹജീവിയോടുള്ള അന്യനോടുള്ള ഒരു കാരുണ്യം, അതൊക്കെ മാഷിൽ എപ്പോഴും ഈ പ്രായത്തിലും കാണുന്നു. ട്രാഫിക് ഐലൻഡിൽ അന്ന് ഈ അംബ്രല്ല ഇല്ല. അപ്പോൾ ഒരു ഐലൻഡിൽ ഭയങ്കര വെയിലാണ്. ആ സമയത്ത് അച്ഛൻ പർച്ചേസ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്തായിരുന്നു ഒരു പോലീസ്മാൻ അവിടെ നല്ല വെയിലത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ആ വഴിയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അച്ഛൻ അതിലെ പോകുമ്പോൾ അച്ഛൻ പർച്ചേസ് ചെയ്തതിൽ നിന്ന് ഒരു ഓറഞ്ച് എടുത്ത് ആ പോലീസ്മാന് കൊടുത്തു. ദാഹിച്ച് നിൽക്കുന്ന ഒരാൾക്ക്, എത്രയോ ആളുകൾ പോയി അതിൽ, അവർക്ക് തോന്നാത്തൊരു ആർദ്രമായ ഒരു മനസ്സെന്ന് പറയുന്നത്, ആ ആർദ്രമായ മനസ്സാണ് ഒരു കലാകാരനാണ് അതുണ്ടാവാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ജോലിയെ ജോലിയായി കാണാതെ ഒരു എന്താ പറയുക സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ജോലിയെ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപകടമുക്തമായ നിരത്തുകൾ സുരേന്ദ്രന്റെ സ്വപ്നമാണ്. വാഹനത്തിനു മാത്രമല്ല നമ്മുടെ മനസ്സിനും വേഗപ്പൂട്ട് ഇടേണ്ടതുണ്ട് എന്ന് ഈ അതിരഥൻ താക്കീതു നൽകുന്നു.
ഡ്രൈവിംഗ് എന്ന് വെച്ചാൽ ഏറ്റവും ശ്രദ്ധയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. വേറെ യാതൊരു വക ചിന്തയും പാടില്ല. ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിക്കുക. ഓവർ സ്പീഡിൽ പോകരുത്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ചക്രം നിൽക്കും, തീർച്ച, വണ്ടി നിൽക്കില്ല. അതാണ് ഏറ്റവും വലിയ, പ്രത്യേകിച്ച് ടൂ വീലർകാരോട് പറയാനുള്ള ഉപദേശം അതാണ്. നമുക്ക് എത്ര സ്പീഡിൽ പോവാം, പതുക്കെ പോകൂ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല. അവർക്ക് എനിക്ക് നല്ല കൺട്രോൾ ഉണ്ടെന്നാണ് മനസ്സിൽ, എന്നോട് പറഞ്ഞില്ലെങ്കിൽ തന്നെ. പക്ഷേ നമുക്ക് പറയാനുള്ളത് ബ്രേക്ക് പിടിച്ചാൽ ചക്രം നിൽക്കും, വണ്ടി നിൽക്കില്ല. വണ്ടി നിരങ്ങി പോയി ഇടിച്ചിട്ട് നിൽക്കും. ബ്രേക്ക് ചവിട്ടിയാൽ നിൽക്കാവുന്ന സ്പീഡിലേ പോകാവൂ. അതാണ് എല്ലാ വണ്ടിക്കാരും പറയാനുള്ള ഉപദേശം. എനിക്ക് ആഗ്രഹം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഇപ്പോഴത്തെ. അത് ഡ്രൈവിംഗ് റൂട്ടിൽ അപകടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് മാത്രം. അതാണ് എൻ്റെ ആഗ്രഹം. இந்த மலையை தாண்டி காவடியாட்டம் தினமும் நடக்கிறார் முருகா உன்னை தேடி தேடி எங்கும் காணேனே அப்பப்பா முருகா உன்னை தேடி தேடி